ചെറിയ കുട്ടികളെ കയ്യിലെടുക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഉമ്മ കൊടുക്കാറില്ലേ? എന്നാൽ പലരും കൂടുതൽ സ്നേഹം അവരെ കുട്ടികളൊക്കെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ചെവിയിൽ ഉമ്മ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അമ്മമാര് വളരെ സ്നേഹത്തോടു കൂടി കുഞ്ഞിനെ ചെവിയിൽ ഉമ്മ വയ്ക്കുകയും കയ്യിലെടുത്ത് ലാളിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്കും ചെവിയിൽ ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണ്. കാരണം കുട്ടികൾ വളരെയേറെ സന്തോഷിച്ച് ചിരിക്കുന്നത് കാണാം. ഈ ചിരി കാണുന്നതിന് വേണ്ടി വളരെയേറെ ഡീപ്പായിട്ട് ചെവിയിൽ ഉമ്മ കൊടുക്കാറുമുണ്ട്. എന്നാൽ ചെവിയിൽ ഉമ്മ കൊടുക്കുന്നത് കുട്ടികളെ അവരറിയാതെ നിങ്ങൾ അവരുടെ കാത് കേടുവരുത്തുന്ന, ബധിരന്മാരാക്കുന്ന, കേൾവി തകരാറ് സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. നമ്മുടെ ചെവിക്കകത്ത് നമ്മൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് 3 പ്രധാനപ്പെട്ട എല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നാണ് ഇതിന്റെ പേര്. ഈ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ എല്ലുകൾ. ചെറിയ കുട്ടികൾക്കകത്ത് വളരെ ചെറിയ, കടുകുമണിയുടെക്കാൾ ചെറിയ വലിപ്പത്തിലുള്ള കുഞ്ഞു എല്ലുകളായിരിക്കും ചെവിക്കകത്ത് ഉണ്ടായിരിക്കുക. നിങ്ങൾ ചെവിയിൽ ഉമ്മ നൽകുന്ന സമയത്ത് ചെവിയിൽ ഫോഴ്സ്ഫുള്ളി ഒരു സക്ഷൻ ഫ്രോസ് ആണ് നൽകുന്നത്. പലരും ഉമ്മ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കാറ്റിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക വഴിക്ക് ചെവിക്കകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അത് ചെവിക്കകത്തുള്ള കർണപടമില്ലേ, ടിംബാനം, അതൊന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിനും ചെവിക്കകത്ത് ഒരു ലോ പ്രഷർ വരുന്നതിനും കാരണമാകും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? കുഞ്ഞു കുട്ടികളുടെ ചെവിക്കകത്തുള്ള ഈ ചെറിയ എല്ലുകൾക്ക് സാരമായിട്ടുള്ള തകരാറ് സംഭവിക്കുകയും പലപ്പോഴും കുട്ടികൾക്ക് കേൾവി തകരാറുണ്ടാകുകയും ചെയ്യും. കുഞ്ഞു കുട്ടികൾക്ക് ജനിക്കുമ്പോൾ കേൾവി പരിശോധിക്കാറുണ്ട്. എന്നാൽ കുട്ടികൾ വളരുന്ന സമയത്ത് കേൾവി ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ടോ എന്ന് പലരും നോക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. കേൾവി ഇല്ലാതായി കുറേ നാൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോക്ലിയർ ട്രോമ കിസ് ഡിസീസ് എന്നാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്ന പേര്. ഇത്തരത്തിൽ ഒരു പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടിയെ ലാളിച്ചോളൂ, സ്നേഹിച്ചോളൂ. കഴിയുന്നത്ര ചെവിയുടെ പരിസരത്ത് ഉമ്മ കൊടുക്കാതിരിക്കുക. ഇത് എല്ലാ അമ്മമാരുടെയും കുഞ്ഞു കുട്ടികളുള്ള എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക.